ഇത്തവണ BJP വലിയ നേട്ടമുണ്ടാക്കി എന്നൊക്കെ പല കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും വാർഡ് ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ BJPക്ക് വലിയ നേട്ടമുണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് അംഗീകരിക്കാൻ CPM ഇപ്പോഴും പറ്റുന്നില്ല എന്നുള്ളതാണ്. CPM പറയുന്നത് BJP UDF ഒരു കൂട്ടുകെട്ടുണ്ടായി, BJP നേട്ടമുണ്ടാക്കിയെന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. അതായത് ഞങ്ങൾ തോറ്റെന്ന് ഞങ്ങൾ വിശ്വസിക്കില്ല, അതുപോലെ തന്നെ BJP വളരുന്നു എന്നും ഞങ്ങൾ വിശ്വസിക്കില്ല. ഈ കപ്പൽ മുങ്ങില്ല എന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. പക്ഷെ അദ്ദേഹം ഇപ്പോഴും യാഥാർത്ഥ്യം മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പരാജയമായി നമ്മൾ കാണേണ്ടത്, അല്ലേ? കപ്പൽ മുങ്ങണമെന്നില്ലല്ലോ. കപ്പൽ മുങ്ങണമല്ല, കരക്കടിഞ്ഞാലും മതിയല്ലോ. കരക്കടിഞ്ഞ് വെള്ളമില്ലാതെ കരക്കടിഞ്ഞു കഴിഞ്ഞാൽ അത് നിഷ്പ്രയോജനമാണ്, അല്ലേ? നിഷ്പ്രയോജനമാണ്. അപ്പോൾ എന്ന് പറയുന്നതേ ഉള്ളൂ. നിങ്ങൾ മുങ്ങണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമില്ല, കപ്പിത്താനൊക്കെ മുങ്ങിച്ചാവുന്നത് ഞങ്ങൾക്ക് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ കരയ്ക്ക് അടുപ്പിക്കും, പിന്നെ ഓടില്ല കപ്പൽ, അതിൻ്റെ ഓട്ടം കഴിഞ്ഞു എന്നുള്ളതാണ് അവസ്ഥ. ഇവിടെ വന്നിരിക്കുന്ന 5% വ്യക്തമായിട്ടുള്ള ലീഡ് UDFന് LDFന്റെ മേലുണ്ട്. നിഷേധിക്കാൻ പറ്റുമോ ഗോവിന്ദൻ മാഷെ? അത് അമൂർത്തമല്ല, അത് സമൂർത്തമാണ്. സമൂർത്തം നിങ്ങൾ നോക്കൂ. UDF നടത്തിയ ഒരു തേരോട്ടം, UDFന്റെ മഹത്വം കൊണ്ടൊന്നും അല്ല മാഷേ, പിന്നെയോ നിങ്ങളുടെ കുഴപ്പം കൊണ്ടുണ്ടായ നേട്ടമാണ്, സംശയമൊന്നുമില്ല. ഗോവിന്ദൻ മാഷെ, ഇതുപോലുള്ള ഈ മണ്ടൻ അനാലിസിസുകൾ നിങ്ങൾ AKI സെൻറ്റർ ചിക്കൻ ബിരിയാണി ഇരുന്ന് കഴിച്ചിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ പടവലങ്ങ പോലെ താഴോട്ട് വളരേണ്ടി വരുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ പാഠം നൽകുന്നുണ്ട്. നിങ്ങളിതൊന്നും കേട്ടില്ല, ഇതൊന്നും ബാധിച്ചില്ല, ഞങ്ങളുടെ അടിത്തറ ഇപ്പോഴും അവിടെ ഉണ്ട്. എന്താ അടിത്തറയാണ് ഇരിക്കുന്നത്? അടിത്തറ എന്താണ് ഇരിക്കുന്നത്? ഒന്നുമില്ല. നിങ്ങൾ ഈ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച കുറേ ആൾക്കാർ, കുറേ ഇസ്ലാമിക മത മൗലികവാദികൾ, BJP എങ്ങനെയും തകർക്കണമെന്ന് വെച്ച് ക്രോസ് വോട്ട് ചെയ്ത ആൾക്കാർ, കോൺഗ്രസ്സുകാരായിട്ടുള്ള ആൾക്കാർ, അല്ലാതെ ആരാ നിങ്ങൾക്കുള്ളത്? ഒരാളുമില്ല. പിന്നെ നിങ്ങളുടെ കിഫ്ബിയിലൂടെ ഒക്കെ പണി കിട്ടിയ ഇടതുപക്ഷ സഖാക്കളുണ്ടല്ലോ, അങ്ങനെ കുറേ പേര് ഉപകാര സ്മരണയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യും, ഉപകാര സ്മരണയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യും. ഇപ്പൊ എന്താ ധന്യ ചെയ്യുന്നതെന്നറിയാമോ? ഇനി ഇവരുടെ ഈ ഉപകാര സ്മരണ കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ പാക്കേജ് വരുമ്പോ പുതിയ ശമ്പള കമ്മീഷനെ വെക്കാൻ പോവാണ്. കേന്ദ്രം 10 വർഷം കൂടുമ്പോഴാണ് തരുന്നത്, ഇവർ 5 വർഷം കൂടുമ്പോ ഇനി വർദ്ധിപ്പിക്കാൻ പോയി. ഈ ചെലവെല്ലാം കൂടെ മുടിഞ്ഞ എന്റെ അമ്മ പണ്ടാരവടങ്ങാൻ 3 ലക്ഷം രൂപയുടെ കടഭാരമാണ് ഈ ഗവൺമെന്റ് പോലും. 3 ലക്ഷം കോടിയുടെ അതിൽ നമുക്ക് ഓരോരുത്തർക്കും പ്രതീക്ഷ അത്രയും കടമാണ് ഗവൺമെന്റ് നമുക്ക് കിട്ടിയ സംഭാവനയെ, ഈ ഗവൺമെന്റ് എനിക്ക് കിട്ടിയ സംഭാവന, എന്റെ പൊന്നെ ഭഗവാനെ. ആകുമ്പോ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഇനിയിപ്പോ 3 ലക്ഷം എന്നുള്ളത് ഇവർക്കുള്ള ശമ്പളം കൂടെ അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോ എന്തുവാ പടാ UGC സ്കെയിലുള്ള ശമ്പളമായിരിക്കും വരുന്നത്. എത്ര രൂപ കൊടുക്കണം സാർ? അങ്ങനെയാണെങ്കിൽ എത്ര രൂപ വരെ കിട്ടും? എന്റെ ദൈവം, ഇപ്പൊ എത്ര ഉള്ളതെന്ന് പറഞ്ഞാൽ അതിന്റെ ഇരട്ടിയാക്കുമല്ലോ. കാരണം എല്ലാവരും അങ്ങ് കുടുംബസമേതം അങ്ങ് സന്തോഷത്തോ 6 മാസമല്ലേ ഉള്ളൂ. അപ്പൊ ഈ ശമ്പളത്തിന്റെ ഒരു മധുരം കാണുമല്ലോ എപ്പോഴും. മനസ്സിലായില്ലേ? സാർ ഇത് പറയുമ്പോഴാണ് സാർ ഇവര് പറയുന്നത് CPM ഉള്ളിടത്ത് BJP വളരില്ല. അതിന് നമ്മൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDAക്ക് 50 സീറ്റാണ്, LDFന് 29. താനൂർ നഗരസഭ NDA 8 സീറ്റ്, LDF 0. പരപ്പനങ്ങാടി നഗരസഭ NDA 3 സീറ്റ്, LDF 3 സീറ്റ്. ചെങ്ങന്നൂർ നഗരസഭ NDA 6 സീറ്റ്, LDF 5 സീറ്റ്. മാവേലിക്കര നഗരസഭ NDA 8 സീറ്റ്, LDF 4. ഏറ്റുമാനൂർ നഗരസഭ NDA 6 സീറ്റ്, LDF 5 സീറ്റ്. തൊടുപുഴ നഗരസഭ NDA 9 സീറ്റ്, LDF 3 സീറ്റ്. തൃപ്പൂണിത്തറ നഗരസഭ NDA 21 സീറ്റ്, LDF 20. ആലുവ NDA 4, LDF 2. പാലക്കാട് NDA 25, LDF 8. കാസർഗോഡ് NDA 12, LDF 1. ഗോവിന്ദ മാഷ് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജയം ഒഴിച്ചാൽ മറ്റൊരിടത്ത് കാര്യമായ നേട്ടം അവർക്കില്ല. അതാണ് ഈ ഞാൻ എന്താ പറഞ്ഞ യാഥാർത്ഥ്യ ബോധത്തോടുള്ള ഒരു വിശകലനം അവർ നടത്തുന്നില്ല. ഈ CPI ഉണ്ടായിരുന്നു, ഇതിന്റെ LDFന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ CPI പറഞ്ഞു നമുക്ക് പരാജയം പറ്റിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ പച്ചയ്ക്ക് അവർ ചീത്ത പറഞ്ഞു. അദ്ദേഹത്തിന്റെ പിശക് ഇതിനകത്ത് ഉണ്ടായിരുന്ന പച്ചയായിട്ട് പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. നമ്മുടെ പരാജയത്തിന്റെ കാര്യം നമ്മുടെ പരാജയമാണ്, ജനങ്ങളുടെ പരാജയം ആവത്തില്ല. മാഷ് പറയുന്നത് ജനങ്ങളുടെ പരാജയം.
ആ മണി പറഞ്ഞ അങ്ങനാണല്ലോ, ഞങ്ങളുടെ കാശ് വാങ്ങിച്ചിട്ട് പോയി തിന്നേച്ച് ഞങ്ങൾക്ക് വോട്ട് എന്ത് മോശം വർത്താനമാ തിന്ന നാടൻ ശൈലിയിൽ അദ്ദേഹം അതൊക്കെ പറയുമെന്ന്, അതൊന്നും വലിയ കാര്യമാക്കണ്ട. പോട്ടെ, കോഴനായോണ്ട് പറയുന്ന പോട്ടെ, സാരമില്ലെന്ന് വിചാരിക്കാം. പാവം മാഷ് പോട്ടെ. അതേ ഒരു മണിയാശാനെ എനിക്കറിയാം. പിണറായി വിജയന്റെ വീട്ടിൽ നിന്നാണോ ഇത് എടുത്തോണ്ടൊന്ന് സാധാരണക്കാർക്ക് കൊടുക്കുന്നത്? ഈ മാഷ് വലിയൊരു ബാധ്യതയാ CPM-ന്. പക്ഷേ മാഷ് വലിയൊരു ബാധ്യത, മാഷിന്റെ നാക്ക് വലിയൊരു ബാധ്യത. ഇയാൾക്ക് മനസ്സിലൊന്നുമില്ല. നായനാരെ പോലെ ഫലിതം പറയുന്നതാണ്. പക്ഷെ നായനാർ ഫലിതം സ്റ്റാൻഡേർഡ് ഫലിതമാ, ഇതുപോലെയുള്ള ഫലിതമല്ല. ഇത് പാർട്ടിയെ തീർക്കാനുള്ള ഇങ്ങനെ കൊട്ടേഷൻ എടുത്തിരിക്കുന്നുണ്ടോ പാർട്ടിയെ തീർക്കാൻ? പക്ഷേ ഇടുക്കിയിൽ ഒരു പരിവമായില്ല. ഇപ്പൊ തൊടുപുഴ കണ്ടില്ലേ, 3-ാം താരത്തായല്ലോ മാഷേ. നാണമില്ലേ പിന്നെ ഇങ്ങനെ പറയാൻ? നിങ്ങൾ തിരുത്തൂ. CPM അതല്ലേ ചെയ്യുന്ന മാഷേ. അടിസ്ഥാന വർഗത്തിന്റെ ആളാണിത്. CPM എന്താ ഒരു തെറ്റുപറ്റിയാ ചെയ്യുന്നത്? തിരുത്തുകല്ലേ. ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് പറയുകയാണ് ചെയ്തത്. അത് പണ്ട് ഇല്ല, രാജാവ് നഗ്നനായി എന്നുള്ള കാര്യം. രാജാവ് വിചാരിച്ചിരിക്കുന്ന അയാൾ വസ്ത്രം ധരിച്ചിട്ടുണ്ടെന്ന് എന്ന് പറയുന്ന പോലെ ആ കുട്ടി കണ്ടുപിടിച്ചുള്ള കാര്യം പറഞ്ഞു. രാജാവ് നഗ്നനാണ്, CPM നഗ്നമാണിപ്പോൾ. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാം. ഇപ്പോൾ BJP ഉള്ളിടത്ത് CPM ഇല്ല, CPM ഉള്ളിടത്ത് BJP ഇല്ല. ഞാൻ പറയാം, അതിൻ്റെ കാര്യം പറഞ്ഞു തരാം എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ. നമ്മൾ കിണറുകളിൽ ബ്ലീച്ചിങ് പൗഡർ വിതറാറുണ്ടല്ലോ. എന്തിനു വേണ്ടിയാ? അത് ശുദ്ധീകരിക്കാനല്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്ന അമീബിക് മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അമീബിക് മസ്തിഷ്ക ജ്വരം, ആ ജ്വരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ അമീബയുടെ വളർച്ച നിരോധിക്കാൻ. അല്ലെങ്കിൽ അതങ്ങ് പെറ്റുപെരുവോ, തിരുവനന്തപുരം ഭാഷ പെറ്റുപെരുവി കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം കൊണ്ട് കുടിക്കണമെന്നില്ല. നമ്മുടെ മുഖം ഒന്ന് കഴുകിയാൽ മതി. മൂക്കിനകത്തുകൂടെ അവൻ കയറി തലച്ചോറ് മുഴുവൻ അങ്ങ് പ്രക്ഷാളനം ചെയ്യും. പിന്നെ ജീവിച്ചിരിക്കത്തില്ല. CPM-നെ പോലെ തന്നെ ഒരത്തരം അമീബയാണ് ഈ CPM. മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുന്നു, മറ്റേത് മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുന്നു. BJP എന്ന് പറയുന്നത് ഇവിടെ ബ്ലീച്ചിങ് പൗഡറാണ്. ആ ബ്ലീച്ചിങ് പൗഡർ ശവരം അങ്ങോട്ടിട്ടാൽ വരില്ല. അതാണ് അതിൻ്റെ സംഭവം. ബംഗാളിൽ കണ്ടില്ലേ, CPM ഇനി വരില്ല, ഇനി ഒരിക്കലും വരില്ല. ഉത്തർപ്രദേശിലൊക്കെ വലിയ തോതിൽ സീറ്റുകൾ നേടിയിരുന്ന പാർട്ടിയാണ് CPM-ഉം CPI-യും. ബീഹാറിൽ ഇപ്പം മുച്ചൂടും പോയില്ലേ. ഈ BJP വരുന്ന ഒരു സ്ഥലത്തും CPM വരുന്ന ഒരു സ്ഥലത്തും BJPക്ക് പിടിച്ചു നിൽക്കാൻ BJP വരുന്ന ഒരു സ്ഥലത്തും CPM-ന് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നുള്ളതാണ്. അതാണ് ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ ഇനി CPM-നോ CPI-ക്കോ ഒരു സ്ഥാനവുമില്ല. കാരണം തെറ്റുതിരുത്തൽ, അതാണ് യഥാർത്ഥ തെറ്റുതിരുത്തൽ. ഇന്ത്യൻ സംസ്കാരത്തെ അവഗണിച്ച്, ഹിന്ദുത്വത്തെ അവഗണിച്ച്, അവരെയെല്ലാം ഒന്നുമല്ലാതാക്കി ന്യൂനപക്ഷ പ്രീണനം, ഹിന്ദുക്കൾക്ക് താടനമെന്നുള്ള നയം ഇത്രയും നാൾ സഹിച്ചു. ഇതിൽ കൂടുതൽ ഒരു മതവും സഹിക്കില്ല, ഒരു സനാതന ധർമ്മവും ഒരു സംസ്കാരവും സഹിക്കില്ല. അതിൻ്റെ അങ്ങേയറ്റത്തു നിന്നാണ് കേരളത്തിൻ്റെ ഇടതുപക്ഷത്തിന് ഇരു ചെവികളിലുമായിട്ട് അടി കൊടുത്തിരിക്കുന്നത്. വലത്തെ ചെവിയിൽ UDF-ഉം ഇടത്തെ ചപ്പക്കുറ്റിക്കായിട്ട് BJP-യും കൊടുത്ത അടി അതവിടെ കിടപ്പുണ്ട്. ഇനിയുള്ള മത്സരം എന്ന് പറയുന്നത് മിക്കവാറും UDF-ഉം BJP-യും തന്നെ തമ്മിലുള്ളതായിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ഒരു മത്സരം തന്നെയായിരിക്കും നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത്. കാരണം തെറ്റു തിരുത്തിയാൽ രക്ഷയുണ്ടായിരുന്നു CPM, അത് തെറ്റു തിരുത്തുന്ന അവസ്ഥയില്ല. എന്നിരിക്കും ഒരു കാര്യം കൂടെ തിരുത്തൽ പറയാനുണ്ട്. BJP കാര്യമായിട്ടൊന്നും വളർന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 22% ഉണ്ടായിടത്തു നിന്ന് ഈ പ്രാവശ്യം മുഴുവൻ കണക്കും പുറത്തു വന്നിട്ടില്ല, 16% പോയിട്ടുണ്ട്. അത് തകർച്ചയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഈ പ്രാവശ്യം തിരുവനന്തപുരം നഗരസഭ പിടിക്കുക എന്നുള്ളതിലായിരുന്നു ഇവരുടെ ഫോക്കസ് മുഴുവൻ. അമിത്ഷാ കൊടുത്തിരുന്ന നിർദ്ദേശം അതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കൂ, അവിടെ കൗൺസിലർമാരെ വയ്ക്കൂ, അതിലൂടെ നമുക്ക് കേരളം മുഴുവൻ പിടിക്കാം. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരം ഇപ്പൊ നോക്കിക്കോ, ധന്യയുടെ സ്ഥലമല്ലേ തിരുവനന്തപുരം. വേണമെങ്കിൽ ഇപ്പൊ പോയി കണ്ടേച്ച് വന്നു. ഇനി വരാൻ പോകുന്ന തിരുവനന്തപുരം ഇതായിരിക്കില്ല. സർസിപ്പിയുടെ തിരുവനന്തപുരം ആയിരിക്കത്തില്ല, ഭക്തിവിലാസം വരുന്ന തിരുവനന്തപുരം ആയിരിക്കത്തില്ല. ഇനി അങ്ങോട്ട് വെച്ചടി കയറ്റത്തിലോട്ടാണ്. പട്ടം താണുപിള്ളയ്ക്ക് ശേഷം ആരും തിരുവനന്തപുരം നഗരത്തിന് വേണ്ടിയിട്ട് ഒരു അല്പം വിയർപ്പൊഴുക്കിയിട്ടില്ല. അച്യുതമേനോൻ ചെയ്തിട്ടുണ്ട്, കുറെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അത് വേറൊന്നും അത്രയും നല്ലത്. പക്ഷേ തിരുവനന്തപുരം ഇനി എന്താ? ഒരു പാട്ടുണ്ടല്ലോ, തോട്ടിൻകരയിൽ വിമാനമിറക്കാൻ താവളമുണ്ടാക്കും എന്ന് പറയുന്നത് പോലെ നോക്കിക്കൂ. റോഡിന്റെ മധ്യത്തിൽ വിമാനം എന്നുള്ള രാജസ്ഥാനിലുണ്ടത്, മോദി നടപ്പാക്കി. അതുപോലുള്ള സൗകര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. കാണാൻ പോകുന്ന പൂരം പറയേണ്ട കാര്യം